പുഴുവില്ലാത്ത മാങ്ങ കഴിക്കണം നമുക്ക്. എന്നാൽ ഈ മരുന്ന് സസ്യസൗഖ്യം എന്ന മരുന്ന് ഈ പൂവിലേക്ക് അടിച്ചു കൊടുക്കുക, തളിച്ചു കൊടുത്താൽ പുഴുവൊന്നും നമുക്ക് ബാധിക്കില്ല. അങ്ങനെ 4 പ്രാവശ്യം തളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നല്ല പ്രതിരോധം ഈ പച്ചക്കറികൾക്ക് കിട്ടും. അപ്പോൾ കീടങ്ങൾക്കൊന്നും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഇത് വിട്ടു നിൽക്കും. നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറി കഴിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങൾക്കും സേഫായിട്ട് കൊടുക്കാൻ പറ്റും. 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി മതി ഇത് നമുക്ക് പ്രയോജനം കിട്ടാനായിട്ട്. നമ്മൾ എന്താണോ നമ്മുടെ വിളകളിൽ അപ്ലൈ ചെയ്യുന്നത് അതാണ് സാർ കുടിച്ച് അത് തന്നെയാണ് കണ്ടോ. ഇത് സപ്പോർട്ടയ്ക്കും ഒക്കെ വരുന്ന പ്രധാന പ്രശ്നം കിളികളും അണ്ണാനും ഇത് വന്ന് കഴിക്കുകയാണ്. അപ്പോൾ ആ ശല്യം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഈ സസ്യസൗഖ്യ വെറും 2 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിച്ചാൽ മതി. വെറൈറ്റിക്കായിട്ട് ഞാനിവിടെ ഈത്തപ്പനയും വെച്ചിട്ടുണ്ട്. സസ്യസൗഖ്യം തന്നെ ഇതിനെ മുറിക്കുക അടിക്കുന്നുണ്ട്. അതുകൊണ്ട് രോഗങ്ങളൊന്നും വരുന്നില്ല. ഒരു തെങ്ങ് പോലും ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ആ തെങ്ങുകൾക്ക് ഇപ്പോൾ സർവ്വസാധാരണമാണ് വണ്ടുകളും മണ്ടരി അങ്ങനെയുള്ള ബാധകളെല്ലാം ബാധിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഫലവത്തായി നിയന്ത്രിക്കാവുന്ന മരുന്നാണ് ഈ സസ്യസൗഖ്യം എന്ന ഹോമിയോ മരുന്ന്. ഓക്കെ സാർ, ഇവിടെ നെറ്റ് ഇടാറുണ്ടോ? നെറ്റ് ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നു. ഓക്കെ. പക്ഷേ ഈ മരുന്ന് കണ്ട് പിടിച്ച ശേഷം ഈ നെറ്റ് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ സസ്യസൗഖ്യയുടെ പ്രോഡക്ട്സ്. സാർ ചെറിയ ബോട്ടിൽ എത്ര മില്ലിയാ? ഇത് 15 മില്ലിയാണ്. ഇത് 15 മില്ലി. അതെ അല്ലേ, സസ്യസൗഖ്യ. ഓക്കെ. അതെ. അപ്പോൾ ഏറ്റവും ചെറിയ ബോട്ടിൽ 15 മില്ലി. ഓക്കെ. അതിന് 130 രൂപയാണ്. 130 രൂപ. ഓക്കെ. അപ്പോൾ സാമ്പിൾ പോലെ വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് അതെ കാശില്ലല്ലോ. ഓക്കെ. വീട്ടിലേക്ക് ഒത്തിരി പോകുന്നുണ്ടല്ലേ ഈ ചെറിയ ബോട്ടിൽ? വീട്ടമ്മമാർ ധാരാളമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. സാർ വാങ്ങിയവരുടെ അഭിപ്രായം എങ്ങനെയാണ്? ഫീഡ്ബാക്ക് നല്ല റിപ്പോർട്ടാണ്. അവർക്ക് വളരെ വീണ്ടും അവർ ഓർഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ. സാർ അടുത്ത് എത്രയാണ് വരുന്നത്? അടുത്തത് അതിൻ്റെ വലുത് 30 മില്ലിയാണ്. ഓക്കെ. 30 മില്ലിയുണ്ട്. ഇതും തെങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന. അതേസമയം പച്ചക്കറികൾക്ക് ഇതിൻ്റെ ചെറിയ ബോട്ടിലാണ് 15 മില്ലി. ഓക്കെ. ഇതാണ് കൂടുതൽ വീട്ടമ്മമാർ ഉപയോഗിക്കുന്നത് പച്ചക്കറി കൃഷിക്ക്. ഓക്കെ. അതിൻ്റെ വലുതുണ്ട്, 30 മില്ലിയുടെ ഉണ്ട്. ഓക്കെ. പിന്നെ ഈ തെങ്ങ് കർഷകരൊക്കെ, കമുക് കർഷകർ, ഇവരൊക്കെ കൂടുതലായിട്ട് വാങ്ങുന്നത് ഈ സസ്യസൗഖ്യയുടെ 100 മില്ലി ബോട്ടിലാണ്. ഇത് വെറും 2 തുള്ളി മതി. 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അങ്ങനെ 2 ലിറ്റർ ഒരു തെങ്ങിന് ചുറ്റും ഒഴിക്കുക. എന്നാൽ അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെങ്ങിൻ്റെ മേളിലൊന്നും കയറി ഒന്നും ചെയ്യിക്കണ്ട. താഴെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രയോജനം നമുക്ക് മുകളിൽ കിട്ടും. ഓക്കെ. അത് തെങ്ങ് വലിച്ചെടുത്ത് തെങ്ങിന് മുകളിൽ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ വലിയ പ്രയോജനം. അപ്പോൾ ഇത് വലിച്ചെടുത്തിട്ട് ഈ മണ്ടരി, ചെല്ലി, വണ്ടുകൾ ഇതിനെല്ലാം ഈ മരുന്ന് പ്രതിരോധിക്കും. അപ്പോൾ 2 മാസം കൂടുമ്പോൾ, 1.5 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ, ഒരു വർഷത്തിലൊരു 3-4 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രതിരോധം ഈ ജീവികൾക്കെതിരെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ പച്ചക്കറി ആണെങ്കിൽ വെജിഗാർഡ് 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളി വേണം. ഓക്കെ. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ന് നമ്മളിത് തളിക്കുകയാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളി ചേർത്ത് തളിക്കുക. 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തളിക്കുക. അങ്ങനെ 4 പ്രാവശ്യം തളിക്കുക. എന്നാൽ പിന്നെ ഒരു പച്ചക്കറികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മാസം 1.5 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 4 പ്രാവശ്യം ഇത് തളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ നല്ല പ്രതിരോധം ഉണ്ടായിട്ട് കീടങ്ങളൊന്നും ആക്രമിക്കില്ല. അപ്പോൾ നമുക്ക് വിഷമൊന്നും രാസകീടനാശിനികളൊന്നും അടിക്കാതെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നല്ല പച്ചക്കറി ഭക്ഷണം തന്നെ നൽകാൻ സാധിക്കും. ഡെലിവറിയുടെ കാര്യം എങ്ങനെയാണ് സാർ? ഇത് ഞങ്ങൾ സാധാരണ അയക്കുന്നത് കൊറിയർ വഴിയാണ്. അപ്പോൾ അത് സേഫായിട്ടും വേഗത്തിലും അടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ 2-3 ദിവസത്തിനകം സാധനങ്ങൾ ഈ ഡെലിവറി ഓഫീസിലെത്തും. അവിടുന്ന്
ആവശ്യമുള്ളവർ പോയി കളക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എങ്ങോട്ടേക്കെല്ലാം അയക്കാനുള്ള സൗകര്യം എവിടെ വേണമെങ്കിലും അയക്കാൻ സാധിക്കും. കേരളത്തിലാണ് മെയിനായിട്ട് ഞങ്ങളിപ്പോൾ അയക്കുന്നത്. പുറത്തും കേരളത്തിൻ്റെ പുറത്തേക്കും തമിഴ്നാട്ടിലും ഒക്കെ അയക്കുന്നുണ്ട്. ഓക്കെ. കർണാടകയിലും അയക്കുന്നുണ്ട്. ചിലപ്പോൾ ദൂര സ്ഥലങ്ങളിലേക്കും ആസാം വരെ പോകുന്നുണ്ട്. ഓക്കെ സാർ, ഈ ഗൂഡല്ലൂർ അയച്ചിട്ടേ ആന വരെ പേടിച്ചെന്ന് കേട്ടു. അതെ, സത്യമാണ്. അത് ആന മാത്രമല്ല, കുരങ്ങ് ഇതെല്ലാം മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ. ആദ്യം ആനയുടെ കാര്യം പറയാം. ഗൂഡല്ലൂർ ഒരു കർഷകന് ഇത് ഉപയോഗിച്ചിട്ട് കുരങ്ങിനെതിരെ ഉപയോഗിച്ചതാണ്. പക്ഷേ അയാൾ ശ്രദ്ധിച്ചത് ആനശല്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് പിന്നെ ആന വരാതായി. ഓക്കെ. പിന്നെ രാമനാട്ടുകരയിൽ ഒരു സെയ്തലി മാസ്റ്റർ, അദ്ദേഹം കുറേ നാളായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അവിടെ കുരങ്ങിൻ്റെ ശല്യമായിരുന്നു, ഭയങ്കര ശല്യം. കുരങ്ങൾ 10-60 ഒരുമിച്ച് ഒരു കൂട്ടത്തോടെ അയാളുടെ തെങ്ങിൻ തോപ്പി വന്നിട്ട് തേങ്ങ പറിച്ചിട്ട് കരിക്കൊക്കെ പറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കും. ഓക്കെ. അപ്പോൾ ഇത് അവർക്കൊരു തമാശയല്ലേ? തമാശ, കുരങ്ങന്മാർക്കൊരു തമാശ. അപ്പോൾ കർഷകനൊരു നഷ്ടവും, വമ്പിച്ച നഷ്ടം. അപ്പോൾ ഇതിനു വേണ്ടി വണ്ടികൾക്ക് വേണ്ടിയൊക്കെയാണ് ഇയാൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അയാൾ ശ്രദ്ധിച്ചു കുരങ്ങുകളും വരാതായി. അയാൾക്ക് വലിയ സന്തോഷം. അപ്പോൾ എന്നോട് വിളിച്ചത് പറഞ്ഞു. ഞാൻ അതിന് പിറ്റേ ദിവസം തന്നെ, കേട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടെ നേരിൽ പോയി. രാമനാട്ടുകാരെ കുറച്ച് ഉള്ളിൽ പ്രദേശത്താണ്. രാമനാട്ടുകാരെ ടൗണിൽ നിന്ന് 5-8 കിലോമീറ്റർ ഉള്ളിലാണ്. അവിടെ പോയി ഞാനിത് കണ്ട് നേരിൽ ഇത് സാക്ഷ്യം വഹിച്ചതാണ്. ഇത് ഉപയോഗിക്കുന്ന രീതിയാണ് സാർ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള സാർ 130 രൂപയുടെ ബോട്ടിലാണ് അല്ലേ? ഇപ്പോൾ 5 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിക്കാൻ പോവാം. ഓക്കെ. 5 ലിറ്റർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് എത്ര തുള്ളി സാർ ഇടാൻ പോകുന്നത്? 5 ലിറ്ററിന് 2 തുള്ളി വീതം 10 തുള്ളി. 10 തുള്ളി. ഓക്കെ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. ഈ 10 തുള്ളിക്ക് പകരം 1-2 തുള്ളി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനി ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തെടുത്താൽ മതി. കണ്ടത് ഉപയോഗിക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ്. വെള്ളം 5 ലിറ്റർ എടുത്തു, 10 തുള്ളി നമ്മുടെ മെഡിസിൻ കൊടുത്തു. ഇത്രയും 130ൻ്റെ ആ ബോട്ടിൽ എത്ര തുള്ളി നമുക്ക് കിട്ടും? 15 ml ആണ് ആ കുപ്പി. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കുപ്പി. ഓക്കെ. അത് 15 ml ആണുള്ളത്. 300 തുള്ളിയുണ്ട്. ഈ 300 തുള്ളി കൊണ്ട് നമുക്ക് 150 ലിറ്റർ മരുന്നുണ്ടാക്കാം. 150 ലിറ്റർ? അതെ, ഈ ചെറിയ ബോട്ടിൽ നിന്ന്. അതെ അതെ. ഓക്കെ. ഓക്കെ. അതുകൊണ്ടാണ് പറയുന്നത് വിലക്കുറവിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് എല്ലാ കീടങ്ങളെയും ഓടിക്കാം. പെട്ടെന്ന് ഡേറ്റ് എക്സ്പയർ ആവുമോ, അതിൻ്റെ ആ തീയതി കഴിയുമോ, കാലാവധി കഴിയുമോ? 4 വർഷം വരെ ഉണ്ട് ഇതിന് കാലാവധി. ഓക്കെ. അപ്പോൾ എക്സ്പയറി ഡേറ്റിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ച് എത്ര നാളായാലും 4 വർഷം വരെ നമുക്ക് ഈ കുപ്പി കീപ്പ് ചെയ്യാം അല്ലേ? മരുന്ന് കീപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷേക്ക് ചെയ്തു. ഇനി എങ്ങനെയാണ് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യം ഈ മാവിനൊന്ന് അടിച്ചു. അതെ അതെ. എല്ലാ വീട്ടിലും ഒരു മാവ്, പ്ലാവ്, തെങ്ങ് ഇതൊക്കെ സാധാരണ മിക്ക വീട്ടിലുള്ളതാണ്. അതെ അതെ അല്ലേ? നമുക്കപ്പോൾ എന്താ അവരെ തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യാം. ഇത് സാറിൻ്റെ തോട്ടത്തിലെ മാവാണ്. ഈ രീതിയിൽ നമ്മൾ പൂവിലേക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് സാധാരണ മാവ് അതിൻ്റെ മാമ്പഴം ആകുമ്പോൾ അതിനകത്ത് പുഴു ഉണ്ടാവും. അതെ. പക്ഷേ ഈ പൂവിൻ്റെ സ്റ്റേജിൽ തന്നെ നമ്മൾ ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പുഴു അതിനകത്ത് ഉണ്ടാവില്ല. ശല്യം ഒഴിവാകും. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മാവിലാണ് നമ്മൾ കൊടുക്കുന്നത്. പൂ വന്ന് നിൽക്കുന്ന സ്റ്റേജാണ് കേട്ടോ. പുഴുവില്ലാത്ത മാങ്ങ കഴിക്കണം നമുക്ക്. എന്നാൽ ഈ മരുന്ന് സസ്യസൗഖ്യം എന്ന മരുന്ന് ഈ പൂവിലേക്ക് അടിച്ചു കൊടുക്കുക, തളിച്ചു കൊടുത്താൽ പുഴുവൊന്നും നമുക്ക് ബാധിക്കില്ല. ഓക്കെ. ഈ പൂ വരുന്ന സ്റ്റേജിൽ തളിച്ചു കൊടുക്കുക അല്ലേ? പൂ വരുന്ന സ്റ്റേജിൽ തളിച്ചു കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ പുഴുക്കളൊന്നും മാങ്ങയെ ബാധിക്കില്ല. ഓക്കെ. സാർ നമ്മളെടുത്തത് 5 ലിറ്റർ വെള്ളത്തിൽ 10 തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി വെച്ച് 10 തുള്ളി അല്ലേ? ഇത് എൻ്റെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന വെണ്ടയ്ക്ക, അതിനുള്ള ഒരു ചെറിയ തോതിലുള്ള വെണ്ട കൃഷിയാണ്. അപ്പോൾ ഇതിന് കീടങ്ങളൊക്കെ ധാരാളം സാധാരണ ബാധിക്കാറുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ ഈ വെജ് ഗാർഡ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഇത് 15 മില്ലിയാണ്. അതിൻ്റെ ഇത് വീട്ടമ്മമാർക്കൊക്കെ സഹായമാണ്. ഈ ചെറിയ കുപ്പി 300 തുള്ളി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളി ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക്
50 ലിറ്റർ മരുന്നുണ്ടാക്കാം. ഈ 50 ലിറ്റർ മരുന്ന് ഉണ്ടാക്കാനായിട്ട് വെറും 130 രൂപ മതി. ഇത് നമുക്ക് ഒരു കുപ്പി വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ കുറച്ച് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ വിധത്തിലുള്ള പച്ചക്കറി കൃഷിക്കും എല്ലാ പച്ചക്കറിക്കും ഇത് ഉപയോഗിക്കാം. പച്ചക്കറികൾക്കായിട്ട് തന്നെ മാത്രം ഉണ്ടാക്കുന്നതാണ് വെജ് ഗാർഡ്. അപ്പോൾ അത് പ്രയോജനപ്പെടും. അപ്പോൾ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇന്ന് തളിച്ചു കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞ് വീണ്ടും തളിക്കുക, പിന്നെ 4 ദിവസം കഴിഞ്ഞ് വീണ്ടും തളിക്കുക. അങ്ങനെ 4 പ്രാവശ്യം തളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല പ്രതിരോധം ഈ പച്ചക്കറികൾക്ക് കിട്ടും. അപ്പോൾ കീടങ്ങൾക്കൊന്നും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കീടങ്ങൾക്ക് ഒരു കയ്പ്പ് രസമോ എന്തോ ഒരു അരുചി കാരണം ഇതിന് തിന്നാൻ സാധിക്കില്ല. അത് കാരണം ഇത് വിട്ടു നിൽക്കും. നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറി കഴിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും സേഫായിട്ട് കൊടുക്കാൻ പറ്റും. അത് ഒരു വലിയ വ്യത്യാസമാണ്. നമ്മൾ രാസകീടനാശിനികളെ ആശ്രയിച്ച് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നല്ലത് ഈ ജൈവ രീതിയിലുള്ള വളരെ ഒരു ദോഷവും ചെയ്യാത്ത മരുന്ന് തളിച്ച് ഉണ്ടാക്കുന്ന പച്ചക്കറികൾ നമുക്ക് ആരോഗ്യത്തിന് ഗുണകരമായിരിക്കും. നമുക്ക് ഒരു വീട്ടാവശ്യത്തിന് നമുക്കെപ്പോഴും ചെറിയൊരു സ്പ്രെയർ മതി. 1 ലിറ്ററിൻ്റെ സ്പ്രെയറാണ്. 100-200 രൂപയ്ക്കുള്ളിൽ നിൽക്കും ഇതിൻ്റെ വില. അപ്പോൾ ഇതിനകത്ത് എല്ലാ കുപ്പിക്കകത്തും ഒരു ഡ്രോപ്പറുണ്ട്. അപ്പോൾ സാധാരണ ഫില്ലറൊന്നും നമുക്ക് വേണ്ട. ഈ കുപ്പിക്കുള്ള അറ്റാച്ച്ഡ് ആയിട്ടൊരു ഡ്രോപ്പറുണ്ട്. അത് മുഖേന തുള്ളിയായിട്ട് വീഴുള്ളൂ. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളിയാണ് വേണ്ടത്. 1, 2, 3, 4, 5, 6. അപ്പോൾ 6 തുള്ളിയായി. എന്നിട്ട് നല്ലതായിട്ടൊന്ന് കുലുക്കുക. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത ശേഷം ഇതൊന്ന് പമ്പ് ചെയ്യുക. ഇലകളിലൊക്കെ നല്ലതായിട്ട് വീഴും. ഇലകളുടെ അടിഭാഗത്ത് പ്രത്യേകിച്ച് വീഴണം. ചൂടിന് ലേശം ബാക്കിയുള്ളത് തളിച്ചു കൊടുത്താൽ നല്ലതാണ്. എന്നാൽ വേര് വഴിയും മരുന്ന് വലിച്ചെടുത്തോളും. ഒരു തവണ കൊടുത്തിട്ട് അടുത്തിന് എന്നാ കൊടുക്കേണ്ടത്? ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിന് 4-ാം പക്കം വീണ്ടും തളിക്കണം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം തളിച്ചു കഴിഞ്ഞാൽ പിന്നെ തളിക്കേണ്ട ആവശ്യം വരില്ല. ഒരു പ്രാണി അറ്റാക്ക് ചെയ്യില്ല. ഒരു പ്രാണി അറ്റാക്ക് ചെയ്യില്ല. സാറിന്റെ തോട്ടത്തിലെ സപ്പോട്ടയാണ്. സപ്പോട്ട മാംഗോസിന് പലവിധ ഫലവൃക്ഷങ്ങളുണ്ട്. ഇത്ര ഏരിയ സാർ കൃഷി ചെയ്യുന്നത്? 25 ഏക്കറിലാണ് ഇവിടെ എൻ്റെ കൃഷി സ്ഥലമുള്ളത്. എന്തൊക്കെ ഇതാ ഉള്ളത്, വിളകളാണ് ഉള്ളത്? ഇത് റബ്ബറുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, ഫലവൃക്ഷങ്ങളുണ്ട്. ഇതൊക്കെയാണ് കൃഷികൾ. എല്ലാ വിധത്തിലുള്ള വിളകളും എല്ലാ വിധത്തിലുള്ള വിളകളും. ജാതിയുണ്ട്. ജാതിൻ്റെ ഒരു പ്രധാന വിളയാണ്. അപ്പോൾ അതിനും എൻ്റെ ഈ സസ്യസൗഖ്യം എന്ന മരുന്നാണ് തളിക്കുന്നത്. സപ്പോർട്ടൊക്കെ നമ്മളിപ്പോൾ സസ്യസൗഖ്യം എടുത്തിട്ടുണ്ട്. അതെ, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റേ ഈ കീടങ്ങൾ, ഈ മറ്റേ ഇത് പക്ഷികളും അണ്ണാനും ഇതൊന്നും വന്ന് തിന്നാൻ പറ്റില്ല ഇത് തളിച്ചു കഴിഞ്ഞാൽ. എന്നാൽ നമുക്കിത് പൂർണ്ണമായിട്ട് സേഫുമാണ്. യാതൊരു വിഷവും ഇല്ല. പിന്നെ അത് ഞാൻ കുടിച്ച് കാണിക്കാം. മുൻപ് ഞങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോ സാറിൻ്റെ ചെയ്തിട്ട്, അപ്പോൾ ചെയ്ത വീഡിയോയിലൊക്കെ ആദ്യത്തെ വീഡിയോയിലൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കമൻറ്റ് പറഞ്ഞത് പ്രാണികളൊക്കെ തൊടാൻ പേടിക്കുന്നെങ്കിൽ അത് വിഷമായിരിക്കും എന്ന് പറഞ്ഞത്. നമ്മളൊരു വീഡിയോയിൽ കുടിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് ഒരു ഹോമിയോ മരുന്നാണ്. വിഷമശേഷമില്ല. പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിച്ച് ഇത് നമുക്ക് പല വൃക്ഷങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് പലരും എന്നോട് ചോദിക്കും, ഈ പക്ഷികളും അണ്ണാനും ഒക്കെ ഇത് പഴങ്ങൾ കഴിക്കില്ലെങ്കിൽ ഇത് വിഷമല്ലേ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അല്ല, അത് ഞാൻ അത് ഒന്ന് കുടിച്ച് കാണിക്കാം. ഇത് മിക്സ് ചെയ്തത് 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി മതി ഇത് നമുക്ക് പ്രയോജനം കിട്ടാനായിട്ട്. ഒരു തുള്ളിയുടെ എക്സ്ട്രാ ആയിരിക്കട്ടെ. ഇനി ആരും കുറഞ്ഞു പോയെന്ന് പറയരുത്. കുറഞ്ഞു പോയെന്ന് പറയണ്ട. നമ്മൾ എന്താണോ നമ്മുടെ വിളകളിൽ അപ്ലൈ ചെയ്യുന്നത് അതാണ് സാർ കുടിച്ച് അത് തന്നെയാണ്. കണ്ടോ, യാതൊരു വിഷങ്ങളുമില്ല. അപ്പോൾ അതിൻ്റെ കാര്യം പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞപ്പോൾ സാർ ഇതുപോലെ കാണിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ യാതൊരു വിഷങ്ങളും ചേരുന്നില്ല. സാർ മതി. അപ്പം കണ്ടില്ലേ,
ഇതാണ് കാര്യം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എന്താ രാസകീടനാശിനികൾ ഒന്നും ആവശ്യമില്ല അല്ലേ സാർ? അതെ, രാസകീടനാശിനി നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കണ്ണൂരിൽ ഒരു കർഷകന് നെല്ല് കർഷകനാണ്. അദ്ദേഹത്തിന് ഈ പക്ഷികളിൽ നിന്ന് ഭയങ്കര ശല്യം. അപ്പോൾ അദ്ദേഹം വെജ് ഗാർഡാണ് ഉപയോഗിച്ചത്. വെജ് ഗാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പക്ഷികളുടെ ശല്യം തീരെ ഇല്ലാതായി. അപ്പോൾ ഇതിനൊക്കെ ഓടിക്കാനുള്ള എന്തോ ഒന്ന് നമ്മുടെ ഇതിനകത്തുണ്ട്. ഓക്കെ, അത് മനുഷ്യന് യാതൊരു ഒരു കുഴപ്പം ഉണ്ടാക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സാമ്പിൾ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ വേറെ 130 രൂപ വാങ്ങി ഉപയോഗിച്ചൊക്കെ അതെല്ലാം ഉപയോഗിച്ച ആൾക്കാരാണ് ഇപ്പം സാറ് തുടങ്ങിയത്. മാസം കുറച്ച് ബോട്ടിലാണ് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ സാറ് അല്ലേ സാർ നല്ല രീതിയിൽ സെയിൽ കേരളത്തിൽ മാത്രമല്ല കേരളം വിട്ടും അല്ലേ ഒരുപാട് സ്ഥലത്ത് സാറ് അയക്കുന്നുണ്ട്. തമിഴ്നാട്ടിലേക്കും കർണാടകയിലൊക്കെ സെയിലുണ്ട്. ആസാം വരെ ഇത് പോകുന്നുണ്ട്. നമ്മുടെ സ്റ്റോക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആവശ്യക്കാർ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ നേരത്തെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് സപ്പോർട്ടയ്ക്കും ഒക്കെ വരുന്ന പ്രധാന പ്രശ്നം കിളികളും അണ്ണാനും ഇത് വന്ന് കഴിക്കുകയാണ്. അപ്പോൾ ആ ശല്യം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഈ സസ്യസൗഖ്യ വെറും 2 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിച്ചാൽ മതി. എന്നാൽ ആ ശല്യം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇതിപ്പോൾ 10 ലിറ്റർ വെള്ളമുണ്ട്, 20 തുള്ളി ഒഴിക്കണം. നമ്മൾ ഈ 10 ലിറ്ററിനകത്ത് 20 തുള്ളി ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഇത് സ്പ്രേ ചെയ്യുക. ഈ മരത്തെ നിറച്ചുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ അധികം പറിച്ചു കഴിഞ്ഞു. അപ്പോൾ ബാക്കി വിളയാതെ നിൽക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതിനുശേഷം ഞങ്ങൾ വന്നതല്ലേ നിങ്ങൾ കുറച്ച് ലേറ്റായി പോയി. ഓക്കെ സാർ, അപ്പോൾ ഈ സ്പ്രേയറും നമ്മുടെ മെഡിസിൻ ഉണ്ടെങ്കിൽ കീടങ്ങളൊന്നും വരില്ല? വരില്ല, കീടങ്ങളും വരില്ല, പക്ഷികളും വരില്ല, അണ്ണാനും വരില്ല. നമുക്ക് പഴങ്ങൾ കിട്ടും. ഓക്കെ, ഉറപ്പാണ്. ഞാനൊരു ജാതി കർഷകനും കൂടെയാണ്. ഇവിടെ എനിക്കൊരു 140 ഈ പെൺജാതി തന്നെയുണ്ട്. പിന്നെ അതുപോലെ 100-200 ആൺജാതിയുണ്ട്. അപ്പോൾ ആൺജാതിയൊക്കെ കുറേയൊക്കെ അതിൻ്റെ പരാഗണത്തിന് വേണ്ടി നിർത്തിയിരിക്കുക. അപ്പോൾ കുറേയൊക്കെ ഞാൻ അതിൻ്റെ കമ്പുകളൊക്കെ കടഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരാഗണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കുള്ള കമ്പുകൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ജാതിക്ക് കർഷകർക്കറിയാമല്ലോ ഈ ഉണക്കൊക്കെ ബാധിക്കും. അതുപോലെ ചീക്കലും അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ജാതിയെ ബാധിക്കുന്നതാണ്. പക്ഷേ ഈ സസ്യസൗഖ്യം എന്ന മരുന്ന് 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി മതി ചേർത്ത് തളിക്കുക. പിന്നെ ചൂടിൽ മരത്തിൻ്റെ വണ്ണം അനുസരിച്ചിട്ട് വലിപ്പം അനുസരിച്ച് 1/2 ലിറ്ററോ 1 ലിറ്ററോ 2 ലിറ്ററോ വലിയ മരമാണെങ്കിൽ ഒരു 2 ലിറ്ററൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ ഈ രോഗങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നമുക്ക് ഏവർക്കും പരിചയമുള്ള മാംഗോസ്റ്റീനാണ്. ഇവിടെ 50 മാംഗോസ്റ്റീൻ മരങ്ങൾ എനിക്കിവിടെ ഉണ്ട്. അത് ഓരോ വർഷവും ഒരു അത്യാവശ്യം നല്ല ആദായം തന്നെ എനിക്ക് തരുന്നുണ്ട്. അത് ഞാൻ ഇത് പറിച്ച് ഇവിടെ തന്നെ കുറേ സെയിലാവുന്നുണ്ട്. പിന്നെ പെരിന്തൽമണ്ണ, മഞ്ചേരി അങ്ങനെ പിന്നെ കൂടാതെ മറ്റ് ആവശ്യമുള്ള കർഷകർക്കും പരിചയക്കാർക്കൊക്കെ സമ്മാനമായിട്ടും വിലയ്ക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ സാർ, അപ്പോൾ സീസൺ വരാൻ വേണ്ടി പോവുകയാണ്. മാംഗോസ്റ്റീൻ കൃഷി ചെയ്യുന്ന സാറിന് എന്താ പറയാനുള്ളത്? മാംഗോസ്റ്റീൻ കൃഷി ചെയ്യുന്നത് നല്ലൊരു തണൽ വൃക്ഷമാണ്. നമ്മുടെ വലിയ സാഹിത്യകാരൻ ബഷീർ, മുഹമ്മദ് ബഷീർ, അദ്ദേഹം മാംഗോസ്റ്റീൻ്റെ കീഴെ ഇരുന്നാണ് ഈ നോവൽസൊക്കെ എഴുതിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എനിക്കൊരു പ്രചോദനമാണ്. ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കണം ഈ മാംഗോസ്റ്റീൻ 50 എണ്ണം ഇവിടെ വെക്കാൻ കാര്യം. അപ്പോൾ എനിക്കത് അതിൻ്റെ പേര് റിഗ്രറ്റ് ദുഃഖമൊന്നുമില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ലാഭമല്ലേ കൃഷി? ലാഭം തന്നെ കൃഷി. കീടങ്ങളുടെ ആക്രമണത്തിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഈ കീടങ്ങൾ ആക്രമിക്കാറുണ്ട്. പിന്നെ കൂടാതെ ഈ സീസൺ ആകുമ്പോൾ ഈ അണ്ണാനും കിളികളൊക്കെ വന്ന് ഉപദ്രവിക്കും. അതിന് സസ്യസൗഖ്യ മുറയ്ക്ക് അടിച്ചാൽ മതി ഈ സമയത്ത്, ഈ സീസണിൽ മാത്രം. അല്ലാത്ത സമയത്ത് ഒരു വർഷത്തിൽ സീസൺ അല്ലാത്ത സമയത്ത് ഒരു 2-3 പ്രാവശ്യം തളിച്ചാലും ഈ ഇലകളിലെയും കമ്പുകളിലെയും ഈ മറ്റ് രോഗങ്ങളെല്ലാം ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഓക്കെ, ഇത് സസ്യസൗഖ്യം കൊടുക്കുന്നതല്ലേ? സസ്യസൗഖ്യം മാത്രം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സ്പ്രേ ചെയ്ത് നോക്കാം അല്ലേ? അതെ, സ്പ്രേ. ഇത് ഏകദേശം 5 ലിറ്റർ വെള്ളമുണ്ട്. 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി. അപ്പോൾ 2 തുള്ളി 5 ലിറ്ററിന് 10 തുള്ളി നമുക്ക് ഒഴിക്കണം ഇതിനകത്ത്. 1 2 3 4 5 6 7 8 9 10.
ഈ മരുന്നടിക്കുമ്പോൾ ഇലകളുടെ അടികളിലൂടെ അടിവശത്തൂടെ വീഴുകയാണെങ്കിൽ നല്ലതാണ്. അവസാനം ചുവട്ടിലും മരത്തിൻ്റെ വണ്ണം അനുസരിച്ച് 2-3 ലിറ്റർ ഈ മരുന്ന് കലർത്തിയ വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു ടിപ്പെന്ന രീതിയിൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് പറയാം. ഈ മാംഗോസിന് ജാതിക്കെന്ന പോലെ തന്നെ വെള്ളം വളരെ അത്യാവശ്യമാണ്, നന വളരെ അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് ഞാൻ ഈ വർഷം മാംഗോസിന് അവിടെ മുകളിൽ കുറേ മാംഗോസിൻ എനിക്കുണ്ട്. അതിന് നനയ്ക്കാൻ തുടങ്ങിയത് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഒരു മാംഗോസിൻ ലേശം വാടാൻ തുടങ്ങി. ഉടനെ വെള്ളം ഒഴിച്ച് രക്ഷപ്പെടുത്താൻ സാധിച്ചു. പക്ഷേ അതാ ഞാൻ പറയുന്നത്, മാംഗോസിന് നല്ലപോലെ വെള്ളം കൊടുക്കണം. അത് ഈർപ്പം നല്ലതായിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കണമെന്നല്ല പറയുന്നത്, നല്ലപോലെ ചൂട്ട് നന നിർബന്ധമാണ്. അപ്പോൾ ആ ഈർപ്പം നിലനിർത്താനായിട്ട് ചകിരി ഞാൻ ചൂടിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു 2-3 അട്ടിയായിട്ട് ലെയറായിട്ട് ഞാൻ ഈ ചകിരി വെച്ചിട്ടുണ്ട്. നല്ലതാണ്, ഈർപ്പം നിലനിൽക്കും. പിന്നെ വെയിലടിക്കാതിരിക്കാനായിട്ട് പച്ച നെറ്റും ചുറ്റും കെട്ടിയിട്ടുണ്ട്. ചൂടും അതിനെ മാറ്റി നിർത്തും. നമ്മുടെ തോട്ടത്തിൽ റംബൂട്ടാൻ അല്ലേ സാർ? അതെ, ഇത് റംബൂട്ടാൻ, എനിക്കൊരു 10-15 റംബൂട്ടാനുണ്ട് ഇവിടെ. ഓക്കെ. അപ്പോൾ അതിൽ നിന്നൊരു നല്ല ആദായം എനിക്ക് എല്ലാ വർഷവും സീസണിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിന് പ്രധാന ശല്യം മറ്റ് ഈ മാംഗോസിലൊക്കെ ഉള്ളതുപോലെ തന്നെ അണ്ണാനും കിളികളൊക്കെയാണ്. ഈ സസ്യസൗഖ്യ 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചുവട്ടിൽ തടിയുടെ വണ്ണം അനുസരിച്ചിട്ട്, മരത്തിൻ്റെ വണ്ണം അനുസരിച്ച് 2-3 ലിറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ ഈ ശല്യം എല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ. സാർ അവിടെ നെറ്റ് ഇടാറുണ്ടോ? ഇല്ല, നെറ്റ് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും ഇതിന്റെ കർഷകരെല്ലാം നെറ്റ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. സാർ ഞാൻ കഴിഞ്ഞ സീസണിൽ വന്ന് ഇവിടെ വീഡിയോ എടുത്തതാണ്. സാർ നെറ്റ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. ഇല്ല അല്ലേ? നെറ്റ് ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നു. ഓക്കെ. പക്ഷേ ഈ മരുന്ന് കണ്ട് പിടിച്ച ശേഷം ഈ നെറ്റ് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഈ നെറ്റ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ വലിയ ചിലവുമാണ്, നല്ല ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം മുകളിൽ കയറ്റി ഇടുക എന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇടുമ്പോൾ അതിനകത്തെ പ്രശ്നങ്ങൾ ഇതിൻ്റെ കമ്പുകൾ വളർച്ച ബാധിക്കും. അതിൻ്റെ ഈ വലയുടെ ഇടയിൽ കൂടെ മുകളിലോട്ട് ഇങ്ങനെ കുത്തി നിൽക്കുന്ന കാണാം. ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും നമുക്ക് ഈ മരുന്ന് സസ്യസൗഖ്യ വെറും 2 തുള്ളി വീതം 1 ലിറ്റർ ചേർത്ത് തളിച്ചാൽ സ്പ്രേ ചെയ്താൽ മതി. ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. സാർ സീസൺ ആവുന്ന തൊട്ട് മുമ്പാണ് സ്പ്രേ ചെയ്യാറ്? എങ്ങനെയാണത്? അതെ, സീസൺ തുടങ്ങാറാകുമ്പോൾ നമുക്കറിയാമല്ലോ ഇന്ന മാസമാണ് ഇത് തുടങ്ങാൻ പോകുന്നത്. ആ സമയത്ത് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ഏകദേശം ഒരു സമയം നോക്കി നമ്മൾ തളിക്കാൻ തുടങ്ങുക. പിന്നെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ തളിക്കുക. ഫലങ്ങളായിക്കഴിഞ്ഞാൽ ഈ അണ്ണാനും കിളികളൊക്കെ തിന്നാൻ തുടങ്ങാറാകുമ്പോൾ ഒരു ആഴ്ച തോറും സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചൂടിൽ ഒഴിച്ചും കൊടുക്കുക. സാർ ഒരാഴ്ച ഇടവിട്ടാണ് തളിക്കാറ് അല്ലേ? ആഴ്ച തോറും. അത് ഈ ഫലങ്ങൾ ആയിക്കഴിഞ്ഞിട്ട് റെഡി ആയിക്കഴിഞ്ഞിട്ട് ആഴ്ച തോറും തളിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് ഉറപ്പായിട്ടും ഈ ശല്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഇതിനുപയോഗിക്കുന്നത് വെജുകളാണോ അതോ സസ്യസൗഖ്യം? ഇതെല്ലാം 2 തുള്ളി മതി. ഓക്കെ. 2 തുള്ളി, 1 ലിറ്റർ 2 തുള്ളി കണക്കിൽ ചേർത്ത് തളിച്ചാൽ മതി. വെറൈറ്റിക്കായിട്ട് ഞാനിവിടെ ഈത്തപ്പനയും വെച്ചിട്ടുണ്ട്. ഓക്കെ. അത് ഈ ഗൾഫിൽ പണിയെടുക്കുന്ന ധാരാളം ആൾക്കാർ ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ജോലിയെടുത്ത ആൾക്കാർ തന്നെ അവിടെ ഗൾഫിലൊക്കെ പോയിട്ട് പണിയെടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തൈകൾ കൊണ്ടുവരണമെന്ന്. ഏതായാലും അവരെനിക്ക് തൈകളൊന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ പ്രശ്നമാണ്, ഷിപ്പിലോ പ്ലെയിനിലോ ഒക്കെ കൊണ്ടുവരുന്ന പ്രശ്നമാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു നഴ്സറി തന്നെ ഈ തൈകൾ വന്നു. തൈകൾ വന്ന് ഞാനത് പോയി വാങ്ങിച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്. 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കേട്ടറിഞ്ഞത് ആണും പെണ്ണും വേണം അത്രേ. അപ്പോൾ ഞാൻ 2 തൈകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് കായ്ക്കാറാകുന്നതേ ഉള്ളൂ.
നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നല്ലപോലെ വളമൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ വളരണം, എന്നാലും കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഭാവിയിൽ നമ്മുടെ മെഡിസിൻ തന്നെ ഇതിനും? അതെ, നമ്മുടെ സസ്യസൗഖ്യം തന്നെ ഇതിനെ മുറിക്കുക അടിക്കുന്നുണ്ട്. അതുകൊണ്ട് രോഗങ്ങളൊന്നും വരുന്നില്ല. രോഗങ്ങളൊന്നും നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വരുന്നുണ്ട്. അതെ അല്ലേ? അതെന്ന് വെച്ചാൽ ഇവിടെ കരുവാരുണ്ടെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മഴയുള്ള സ്ഥലമാണ്. ഇത് മരുഭൂമിയിലുണ്ടാകുന്നതാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഈ കരുവാരുകൊണ്ട് ഇത്രയും മഴയുള്ള സ്ഥലത്ത് പോലും ഒരു രോഗങ്ങളും ഇല്ലാതെ ഇത് വളരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, സസ്യസൗഖ്യം എന്ന ഈ മരുന്നാണ്, ഹോമിയോ മരുന്ന് തളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രോഗം ഇല്ലാതെ നിലനിർത്താൻ സാധിക്കുന്നത്. ഇതാണ് ഫിലോസാൻ എന്ന് പറയുന്നത്. ഇത് റംബുട്ടാനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട പഴമാണ്. അതിനേക്കാളും മധുരമുണ്ട്. എന്നാൽ ഏകദേശം അതേ രൂപത്തിലാണ് ഇരിക്കുന്നത്. അത് പക്ഷേ കഴിക്കാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ടത് റംബുട്ടാനേക്കാളും ഫിലോസാനാണ്. ഇത് എത്ര പ്ലാന്റ് ഉണ്ട് സാർ? ഒരു പ്ലാന്റിനാണോ? ഒരു 2 മരം ഇവിടെ ഉണ്ട്. 2 മരമുണ്ട് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ വിളകൾക്കും അല്ലേ? അതെ. ഒരു തെങ്ങ് പോലും ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ആ തെങ്ങുകൾക്ക് ഇപ്പോൾ സർവ്വസാധാരണമാണ് വണ്ടുകളും മണ്ടരി അങ്ങനെയുള്ള ബാധകളെല്ലാം ബാധിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഫലവത്തായി നിയന്ത്രിക്കാവുന്ന മരുന്നാണ് ഈ സസ്യസൗഖ്യം എന്ന ഹോമിയോ മരുന്ന്. ഇത് യാതൊരു ദോഷവും ചെയ്യില്ല. ഇത് വെറും 2 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 2 ലിറ്റർ വെള്ളം തടിയോട് ചേർത്ത് ഒഴിച്ചാൽ മതി. 2 ലിറ്റർ വെള്ളത്തിൽ 4 തുള്ളി സസ്യസൗഖ്യം എന്ന മരുന്ന് ചേർത്ത് തെങ്ങിന് ചുറ്റും ഒഴിക്കുകയാണ് വേണ്ടത്. ഇത് 2 ലിറ്ററിൻ്റെ ഒരു കപ്പാണ്. ഇതിനകത്ത് നമുക്ക് 4 തുള്ളിയാണ് ഒഴിക്കേണ്ടത്. സസ്യസൗഖ്യം 1, 2, 3, 4 ഈ 4 തുള്ളി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് തെങ്ങിൻ്റെ തടിയോട് ചേർത്ത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരത്തിൻ്റെ മുകളിൽ തെങ്ങിൻ്റെ മുകളിൽ വലിയ ചിലവ് ചെയ്ത് ആരെയും കയറ്റുമൊന്നും വേണ്ട, ചുവട്ടിൽ തന്നെ ഇത് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള പണിയാണ്. പക്ഷേ ഇതുകൊണ്ട് ഒരു 2 മാസത്തിലൊരിക്കൽ, ഒരു വർഷത്തിലൊരു 3-4 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നല്ല പ്രതിരോധം എല്ലാ തെങ്ങുകൾക്ക് കിട്ടും. പിന്നെ നമുക്ക് വിളവ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ 3 വർഷത്തിലൊരിക്കലെങ്കിലും, എല്ലാ വർഷവും ഇല്ലെങ്കിലും 3 വർഷത്തിലൊരിക്കലെങ്കിലും ഈ തടം കാണുന്നില്ലേ, ഇതുപോലെ എടുക്കുക. ഇപ്പോൾ ഇക്കാലത്ത് കൂലിച്ചെലവൊക്കെ വളരെ അധികമാണ്, ആളെ കിട്ടാനും പ്രയാസമാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്തത് ചെറിയ JCB ഉണ്ട്, മിനി JCB. അത് കൊണ്ടുവന്നിട്ട് അത് ഉപയോഗിച്ചാണ് ഞാനിതെല്ലാം എടുത്തത്. ഒരു ദിവസം ഒരു 15-20 തടം നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ രാസവളമൊന്നും ഉപയോഗിക്കില്ല. ഇതിനകത്ത് ഈ തെങ്ങിൻ്റെ മടലൊക്കെ വീഴുമ്പോൾ അതിനകത്ത് ഒന്നുപോലും ഞാൻ വീട്ടാവശ്യത്തിന് കത്തിക്കിടില്ല. അതെല്ലാം വെട്ടി ഓരോ മടലും 4-5 കഷ്ണമാക്കി വെട്ടി ചൂട്ടിൽ തന്നെ ഇടും. പിന്നെ ചകിരി ഞാൻ തെങ്ങിന് നല്ലതായിട്ട് ഉപയോഗിച്ച് കൊടുക്കും. ഇവിടുന്ന് ഈ തേങ്ങ പൊളിക്കുമ്പോൾ കിട്ടുന്ന ചകിരിയൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കും. ഇതിൻ്റെ ഈ മണ്ണിൻ്റെ അടിയിൽ ഈ JCB ഉപയോഗിച്ച് തടവെടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ മടലും ചകിരിയും ഒക്കെ മണ്ണിൻ്റെ അടിയിലൂടെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വിളവ് നല്ലതായിട്ട് കൂടുതൽ കിട്ടാൻ സാധ്യമാണ്. ഈ തെങ്ങിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ തേങ്ങകളാണ്. ഏകദേശം ഒരു 10-30 തേങ്ങയുണ്ട്. ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ഒരു തെങ്ങാണ്. എൻ്റെ തെങ്ങുകൾ എല്ലാ തെങ്ങുകൾക്കും ഇതുപോലെ തന്നെ ആരോഗ്യമൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതിന് ഈ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് താഴെയുള്ള ഈ മടലുകൾ നോക്കുകയാണെങ്കിൽ അത് ഈ വണ്ടുകളൊക്കെ 1-2 മടലുകൾ കടിച്ചതായിട്ട് കാണാം. അതേസമയം പുതിയ മടലുകൾ, പുതിയ കൂമ്പുകളൊക്കെ ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട്. ഇത് എൻ്റെ പ്രൈവറ്റ് റോഡാണ് തോട്ടത്തിലേക്കുള്ളത്. പല
വ്യത്യസ്തമായ കളറുകളിലുള്ള ബോഗൻവില്ല വെച്ചിട്ടുണ്ട്. സാറിന് തെങ്ങിലും കവുകിലൊന്നും കയറാൻ ആളെ തപ്പി നടക്കേണ്ട കാര്യമില്ല അല്ലേ? ഈ ഒരു തോട്ടി നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. ഇതിപ്പോൾ എത്ര ഹൈറ്റ് വരെ ഉണ്ടാവും? ഇത് 80 അടി വരെ ഉള്ളത് നമുക്ക് പറിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനേക്കാളും ഹൈറ്റ് കിട്ടുന്ന തോട്ടി വേറെ ഉണ്ട്. പക്ഷേ എൻ്റെ തോട്ടത്തിൽ ഈ 80 അടി ഉയരത്തിലുള്ള അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വാങ്ങിയാണ് ഈ തോട്ടി അല്ലേ? ഇത് വാങ്ങിയിട്ട് ഒരുപാട് പ്രയോജനമില്ലേ സാർ? അപ്പോൾ നല്ല പ്രയോജനമുണ്ട്. നമുക്ക് പണലാഭമാണ്, ചെലവ് കുറയ്ക്കാം. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് വരുന്ന 70 അടിയും നമ്മുടെ ഹൈറ്റും കൂടെ വെച്ച് നോക്കുമ്പോഴേക്ക് 80 അടി കിട്ടും അല്ലേ? ആ ഒരു ഹൈറ്റ് കിട്ടും അല്ലേ? ഇവിടെ സാർ ഇപ്പോൾ അത്യാവശ്യം തേങ്ങ പൊട്ടിക്കുന്നുണ്ട് അല്ലേ? അതെ, കവുങ്ങിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഈ ഒരു തോട്ടി മതി. അപ്പോൾ ഇത് നോക്കി വെച്ചു. പക്ഷേ ഇതിന്റെ പരസ്യമല്ല സാർ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് സാറ് പറയുന്നതാണ്. കർഷകരുടെ ഒരു അറിവിലേക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ഈ സസ്യസൗഖ്യയുടെയും വെജ് ഗാർഡിൻ്റെയും സെയിൽസ്, അതിൻ്റെ ഓർഡേഴ്സും എല്ലാം നോക്കുന്ന എൻ്റെ സ്റ്റാഫാണ്. ഇവിടെ ഒരാൾ ഇർഫാന, ഇത് അജിത. ഇവർ രണ്ടുപേരും കരുവാരുകൊണ്ടുള്ളവരാണ്. അപ്പോൾ ഇവർ ദിവസവും ഇവിടെ വന്ന് വൈകുന്നേരം വരെ ഇരുന്ന് അവർ ജോലി ചെയ്തിട്ടാണ് പോകുന്നത്. അവർ വീട്ടമ്മമാരാണ് രണ്ടുപേരും. ഇന്നത്തെ എങ്ങനെയുണ്ട് ഫീഡ്ബാക്കൊക്കെ? ഒത്തിരി പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ആ, ശരി. ഞങ്ങളിവിടെ മലപ്പുറം ജില്ലയിൽ കരുവാരുണ്ടെന്ന് പറയുന്ന സ്ഥലമാണ്. സസ്യസൗഖ്യ തെങ്ങിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന മരുന്ന്. അതെ, വെള്ളീച്ച ചെറിയ കീടങ്ങൾക്കൊക്കെ ഉപയോഗിക്കട്ടോ. പുഴുക്കള്, കീടങ്ങൾ, അതിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ്. ഇതൊരു കായ്ഫലം കൂട്ടാനായിട്ടുള്ള ഒരു പ്രത്യേക മരുന്നല്ല. നിലവിൽ അതിനെന്തെങ്കിലും രോഗങ്ങളോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറിയിട്ട് അതിന് സഹായിക്കും കേട്ടോ. എൻ്റെ തോട്ടത്തിൻ്റെ അതിരെന്ന് പറയുന്നത് റിസർവ് ഫോറസ്റ്റാണ്. വന്യജീവികളുടെ ആക്രമണം ഇവിടെ സാധാരണമാണ്. പന്നികൾ സർവത്രയുണ്ട്. എല്ലാ രാത്രിയും എൻ്റെ മുറ്റത്ത് പന്നികളുണ്ടാവും. അപ്പോൾ ഈ കാണുന്ന ഈ ആയുധങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് വളരെ പ്രയാസമാണ്. കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. കൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ സാർ, ഞാനൊരു കുട്ടനാടുകാരനാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കുട്ടനാടിൻ്റെ ആ മനോഹരമായ ഭാഗങ്ങൾ ഓർമ്മയിൽ നിലനിർത്താൻ വേണ്ടി ഒരു പെയിൻറ്റിങ്, ഞാൻ വലിയ ആർട്ടിസ്റ്റ് അല്ല, അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് വരപ്പിച്ചതാണ്. ഓക്കെ, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബാച്ചിലർ ഡേയ്സിൽ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരച്ച ഒരു പെയിൻറ്റിംഗ് ആണ്. ഓക്കെ, അത് സാറിൻ്റെ പേര് തന്നെ എൻ്റെ പേരും തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് ആസാദ് ചെറിയാൻ. ഞാൻ ഇവിടെ കരുവാരുകുണ്ട്, മലപ്പുറം ജില്ലയിൽ കരുവാരുകുണ്ട് പഞ്ചായത്തിൽ കേരള എസ്റ്റേറ്റ് വില്ലേജിൽ പാന്ത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീടും തോട്ടവും. അപ്പോൾ ഇവിടെ ഞാൻ 45 വർഷമായി ഇവിടെ നേരിൽ വന്ന് എൻ്റെ സ്ഥലം ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമുണ്ട്. ഇവിടെ ഒരു 10-100 വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബക്കാരിവിടെ വന്ന് ഈ കേരള എസ്റ്റേറ്റിൽ ഈ ഭാഗത്ത് മലബാറിൽ കയറിയതാണ്. വയനാട്ടിലും കേരള എസ്റ്റേറ്റിലും കരുവാനൂരിലായിട്ട് 10-100 വർഷങ്ങളായി. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരുന്നു. പ്രധാനമായിട്ട് ഞങ്ങളുടെ റബ്ബറാണ്. പക്ഷേ ഞാനിവിടെ വന്ന് വീടിൻ്റെ പരിസരങ്ങളെല്ലാം തെങ്ങും കവുങ്ങും ഒക്കെ വെച്ചു. അപ്പോൾ ആ രീതിയിലാണ് എൻ്റെ കൃഷി രീതി. എനിക്ക് ഈ കൃഷിയിൽ നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം സന്തോഷത്തോടെ അഭിമാനത്തോടെ നിങ്ങളോട് അറിയിച്ചു കൊള്ളുന്നു. സാർ, ഈ മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഇവിടെ ഞാൻ നല്ലപോലെ കൂടുതലായിട്ട് രാസ കീടനാശിനികൾ ഉപയോഗിച്ചിരുന്നു. സാധാരണ എല്ലാ കർഷകരും ഉപയോഗിക്കുന്ന പോലെ എനിക്കതേ അറിവുള്ളായിരുന്നു. പക്ഷേ പിന്നെ ഇതിൻ്റെ ഈ വിഷാംശത്തെ പറ്റിയുള്ള കൂടുതൽ അറിവ് എനിക്ക് കിട്ടിയ ശേഷം, അപ്പോൾ ഇത് ക്രമേണ ഇത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അംശങ്ങൾ ഭക്ഷണത്തിൽ കൂടെ നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഈ പല മാരക രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ, കിഡ്നി പ്രോബ്ലംസ് അങ്ങനെയൊക്കെ വരുന്നതായിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? ഇതിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. പക്ഷേ എനിക്ക് ഒരു വലിയ ഡിഗ്രി ഒന്നുമില്ല. വെറും ഒരു BA എക്കണോമിക്സാണ്, ഒരു സയൻസ് പോലും അല്ല.
അപ്പോൾ അതിൽ നിന്ന് തന്നെ നിരാശനാകാതെ ഈ എനിക്ക് പരിചയത്തിലുള്ള ഹോമിയോ ഡോക്ടേഴ്സുണ്ട്, അവരോടൊക്കെ അന്വേഷിച്ച് ചില സൂചനകൾ എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ പക്ഷേ അനവധി മരുന്നുകളെ പറ്റിയാണ് എനിക്ക് അറിവ് കിട്ടിയത്. അത് ഞാൻ ഓരോന്നെടുത്ത് പരീക്ഷിച്ച് നിരീക്ഷിച്ച് അവസാനം ഒരു പ്രത്യേക മരുന്നിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. അത് ഞാൻ ഡെവലപ്പ് ചെയ്ത് അപ്പോൾ പിന്നെ അത് എത്തിപ്പെട്ട ശേഷം എനിക്ക് ഒരു ചെറിയ വിജയം കിട്ടി ആദ്യമില്ല. പക്ഷേ അതല്ല, പൂർണ്ണ വിജയം കിട്ടാനായിട്ട് വീണ്ടും പരീക്ഷിക്കേണ്ടി വന്നു. ഇത് ഡോസേജ് എത്രയാണ്, അത് ഹോമിയോയിൽ പല ഡോസേജ് ഉണ്ട്. ആ ഡോസേജ് കൃത്യമായിട്ട് എനിക്ക് അവസാനം കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ മരുന്നിലേക്ക് സസ്യസൗഖ്യം എന്ന മരുന്നിലേക്ക് ഞാൻ കണ്ടെത്തിയത്. അവിടെ എൻ്റെ പരീക്ഷണം അവസാനിക്കുന്നില്ല. പിന്നെ പച്ചക്കറികളിലേക്ക് വേണ്ട പോലെ ഒരു മരുന്ന് കണ്ടെത്താനായിട്ട് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഈ സസ്യസൗഖ്യം കണ്ടെത്തുന്നതിനേക്കാളും വലിയ വെല്ലുവിളിയായിരുന്നു. അപ്പോൾ അത് ആദ്യം കണ്ടെത്തി. പക്ഷേ അതിൻ്റെ സക്സസ് ലിമിറ്റഡ് ആയിരുന്നു, അതിനൊരു പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാനത് കണ്ടെത്തിയത് ഇത് പല പ്രാവശ്യമായിട്ട് ഉപയോഗിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഉപയോഗിക്കുക. അങ്ങനെ 4 ദിവസം ഇടവിട്ട് 4 പ്രാവശ്യം 3-4 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പച്ചക്കറികൾക്ക് നല്ല പ്രതിരോധം ഉണ്ടാവും. അത് പിന്നെ നമുക്ക് ഈ മരുന്ന് അടിക്കേണ്ടി വരില്ല. ഒരു പച്ചക്കറികൾക്ക് സാധാരണ 1-1.5 മാസം ആയുസേ ഉള്ളൂ. പിന്നെ നമുക്ക് അടിക്കാതെ തന്നെ നമുക്ക് ഈ കീടങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കും. ഇപ്പോൾ എനിക്കിതിൻ്റെ ഓർഡേഴ്സ് പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. കേരളത്തിൽ നിന്നും അകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ കിട്ടുന്നുണ്ട്. അത് എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് ഇത് കൊറിയർ വഴി അയക്കാൻ സാധിക്കുന്നുണ്ട്.